ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉഴവൂർ പെരിയാർ ഹോട്ടൽ ആൻഡ് റെസിഡൻസി ബാർ വളരെ ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ബാറുണ്ട്, AC ബാറും ലോക്കൽ ബാറും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സാധാരണ പൊതുവെയുള്ള ബാറിലെ പോലുള്ള അങ്ങനെ ഒരു അടിപിടി കേസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില സമൂഹ വിരുദ്ധർ, അതായത് ഈ അയൽവാസികളും നാട്ടുകാരും അങ്ങനെയുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്നുമില്ല, വെള്ളം അടിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഭയങ്കര അനാവശ്യവും തെറി പറയലും ഒക്കെയാണ്. അതിൻ്റെ മുന്നേ ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ ഇരുന്ന് വീഡിയോ വലിക്കും. സിസർ വലിക്കാനും വീഡിയോ വലിക്കാനും അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, അവിടെ ചെയ്യത്തില്ല. നേരെ ഫ്രണ്ടിലാണ് വരിക. എന്നിട്ട് സെക്യൂരിറ്റിയുടെ നേരെ മെക്കിട്ട് കയറ്റം. അതേപോലെ സെക്യൂരിറ്റി ചോറ് കഴിക്കാൻ പോകുമ്പം സെക്യൂരിറ്റി ഇരിക്കുന്ന സീറ്റിൽ കയറി ഇരിക്കുക, സെക്യൂരിറ്റിയുടെ തൊപ്പിയെടുത്ത് തലയിൽ വെക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സാമൂഹിക വിരുദ്ധരുടെ, ഈ മദ്യപാനികളുടെ അഴിഞ്ഞാട്ടം. അതായത് സെക്യൂരിറ്റിക്ക് ഒരു പട്ടിയുടെ വില പോലെയാണ് ഇവർ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ സെക്യൂരിറ്റി ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇരിക്കാൻ പാടില്ലെന്നുണ്ട്. പക്ഷേ യാദർച്ഛിക ചിലപ്പോൾ ക്ഷീണമുള്ളവരും തളർച്ചയുള്ളവരും, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമുള്ളവരൊക്കെ ഉണ്ടാവും. കാരണം വെള്ളം അടിച്ചില്ലെങ്കിൽ ഒരു ക്ഷീണമില്ല, വെള്ളം അടിച്ചാലാ ക്ഷീണം. കാരണം വെള്ളം അടിച്ചാലും അടിച്ചില്ലെങ്കിലും ക്ഷീണമുള്ളവരുണ്ട്. ചിലപ്പോൾ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഒരു ദിവസം മദ്യപിക്കാത്തവർക്ക് ഭയങ്കര പ്രയാസവും ക്ഷീണം. പിറ്റേ ദിവസം ബാർ തുറക്കുന്നതിന് മുൻപ് അവിടെ ബാറിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ടാവും. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ 2 ദിവസം മുമ്പ് ഇവിടെ സ്ഥിരം വരുന്നതാണ്, വാ തുറന്നു കഴിഞ്ഞാൽ അനാവശ്യം പറയത്തുള്ളൂ ഈ വ്യക്തി. ഇദ്ദേഹം വന്ന് സീറ്റിലിരുന്നു, സെക്യൂരിറ്റിയുടെ കസേരയിലിരുന്നു. സെക്യൂരിറ്റി രാത്രി നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത്, ഹോട്ടലിൽ തന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയി. തിരിച്ചു വരുന്ന സമയത്ത് സെക്യൂരിറ്റി കാണുന്ന സെക്യൂരിറ്റി തലയിൽ ഇരിക്കുന്ന തൊപ്പി ആ കസേരയിൽ നിന്ന് എടുത്തിട്ട് അയാൾ സ്വന്തമായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് തലയിൽ തൊപ്പിയും വെച്ചിട്ട്, അതായത് സെക്യൂരിറ്റിയുടെ തൊപ്പി, ഈ ബൽറാം താരാദാസും അതുപോലെ മറ്റേ സുരേഷ് ഗോപിയുടെ ഈ മറ്റേ ഭരത്ചന്ദ്രൻ IPS ഒക്കെ പോലെ ഇരുന്നിട്ട് വലിയ ഷോ കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഷോ കാണിക്കുന്നത് കഴിഞ്ഞാൽ ഒപ്പമുള്ളവരിൽ തെറി പറയുക, പാട്ട് പാടുക, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. കാരണം ഇതൊക്കെ വീഡിയോ ചെയ്യേണ്ടെന്ന് വെക്കുമ്പം ഇത് പറയിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് വരുന്ന ആളുകൾ മദ്യപിച്ച് പോവുക. അതല്ലാതെ സെക്യൂരിറ്റിയുടെ തൊപ്പി എടുത്ത് വെക്കാനോ സെക്യൂരിറ്റിന് തെറി പറയാനോ നിൽക്കണ്ട. കാരണം ഏജൻസി വിട്ടിരിക്കുന്നത് സെക്യൂരിറ്റിനെ മാന്യമായ ഡ്യൂട്ടി ചെയ്യാനാണ്. അതല്ല അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റിനെയും തെറി പറഞ്ഞ് മാനേജറെയും തെറി പറഞ്ഞ് നീയൊക്കെ എന്ത് മാനേജറാന്നൊക്കെ ചോദിക്കുന്നത് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. കാരണം മാനേജർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം നയിക്കുന്നവരാണ്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ചെറിയൊരു ബാറാണ്, അപ്പോൾ വളരെ കച്ചവടം കുറവാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളെ വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ മാനേജരും മിണ്ടത്തില്ല, ആരും മിണ്ടത്തില്ല. സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനേജർ പറയും തൽക്കാലം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് സെക്യൂരിറ്റിനോട് വഴക്ക് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് വെക്കുമ്പം അത് ചെയ്യിപ്പിച്ചേ അടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. മനസ്സിലായല്ലോ? അവർക്ക് തൊപ്പി വെക്കണമെങ്കിൽ ഒരു പോലീസിൻ്റെ തൊപ്പിയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ തൊപ്പിയോ വേണേൽ കാശ് കൊടുത്ത് വാങ്ങിക്കോട്ടെ. ഈ സെക്യൂരിറ്റിയുടെ തൊപ്പി എടുത്തിട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? നേരെ പറഞ്ഞ ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് ഇങ്ങനെ വെക്കുമോ? വിവരം അങ്ങോട്ട് അറിയും പോലീസുകാരൻ്റെ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ. ഇവരൊക്കെ എന്താണെന്നറിയാം, കുറേയൊക്കെ ഈ തന്തയ്ക്ക് മുൻപേ ഉണ്ടായ കുറേ ആളുകളുണ്ട്, തന്തയ്ക്കും തള്ളയ്ക്കും മുമ്പ് ഉണ്ടായ ചില ആളുകളുണ്ട്. അവരാണ് ഇങ്ങനത്തെ ഈ പട്ടി ഷോയൊക്കെ കാണിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ 4 ആളുടെ മുന്നിൽ എങ്ങനെയാണ് വൈറലാകാൻ നോക്കുന്നത്? വെള്ളം അടിച്ചിട്ട് വൈറലാകണോ, വെള്ളം അടിക്കാതെ വൈറലാകണോ? ഇതൊക്കെയാണ് ഇന്ന് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യാനായിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഇത് ലൈവിൽ വന്നിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ കുറേ വീഡിയോ ചെയ്തിട്ട്, കാരണം വീഡിയോയിലും കാരണം കൂടുതൽ ഷോർട്ടിനാണ് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബറും ഒക്കെ കിട്ടുന്നത്. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രകാരം ഇപ്പോൾ ഷോർട്ടാണ് ഞാൻ അധികം ചെയ്യുന്നത്, അധികം വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെയ്തതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീഡിയോ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പം മൊബൈലോ TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ തട്ടിക്കൊണ്ട് പോകലായിട്ടും ബലാത്സംഗമായിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ നമുക്ക് വേണേൽ ലൈവിൽ ചെയ്യാനുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് വെച്ച്. ഇതിപ്പോൾ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് പണിയാവും. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ.